السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിലെ 15ാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെയും തറാവീഹ് അടക്കമുള്ള സർവ്വ സുഹൃതങ്ങളെയും അവനിഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവനിലേക്ക് തന്റെ അടിമ അടുക്കുക എന്നുള്ളത്. ആ അടുക്കൽ ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ ആവുക അല്ലാഹുവിന് ഏറ്റവും പ്രിയം ചെന്ന കാര്യമാണ്. പരിശുദ്ധമായ നമസ്കാരത്തിലെ റവാത്തിബ് സുന്നത്തുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ. ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ റവാത്തിബ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരമാണ് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം, അഥവാ സുബഹിയുടെ ബാങ്ക് മുഴങ്ങി ഇഖാമത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടി 2 റക്അത്ത് സാധാരണ രീതിയിൽ നിസ്കരിക്കുക. അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന സൂക്തമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, മൻ സ്വല്ലാ സുന്നത്തൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലിക്കൽ യൗമി അലമുൻ. ആരെങ്കിലും അലം അലം എന്ന് തുടങ്ങുന്ന 2 സൂക്തങ്ങൾ കൊണ്ട് പരിശുദ്ധമായ സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ചാൽ അന്നത്തെ ദിവസം എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവന് മുക്തമായ ജീവിതം ലഭിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നു. ആകയാൽ സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിൽ അലം നശറഹ് ലക സദറക എന്നുള്ള സൂക്തം 1ാമത്തെ റക്അത്തിലും, അതിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തുൽ കാഫിറൂൻ 2ാമത്തെ റക്അത്തിൽ പരിശുദ്ധമായ സൂറത്തുൽ ഫീൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂക്തവും, അതിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂക്തവും ഇങ്ങനെ പാരായണം 2 റക്അത്തിലായി ആരെങ്കിലും നിർവഹിച്ച് നമസ്കരിച്ചാൽ ദുനിയാവിലുള്ള എല്ലാ വിഷമങ്ങളും കെടുതികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മോചനം നൽകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള നമസ്കാരങ്ങളിൽ ഒന്നാണ് ഇതെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുബഹി നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് മുഴക്കിയതിനു ശേഷം ക്ഷണിക്കാൻ ചെന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ആയിഷ ബീവി 1-2 കാര്യങ്ങൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ സമയം അല്പം വൈകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് സുന്നത്ത് നമസ്കരിക്കുകയായിരുന്നു. അത് സുബഹിയുടെ സുന്നത്തായിരുന്നു. അന്നത്തെ നമസ്കാരം സാധാരണയിൽ വൈകിയാണ് സുബഹി നമസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിസ്കാരം കഴിഞ്ഞ ശേഷം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മുഅദ്ദിനായ പ്രവാചകന്റെ ബാങ്ക് വിളിക്കാരനായ ബഹുമാന്യന വ്യക്തിത്വം ചോദിച്ചു, നബി തങ്ങളെ സാധാരണയിൽ വൈകിയാണല്ലോ നമ്മൾ ഇന്ന് സുബഹി നമസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എന്നെ വിളിക്കാൻ വരുമ്പോൾ ഞാൻ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയായിരുന്നു. ആ സുബഹിയുടെ സുന്നത്തിന് ഇനിയും സമയം എടുക്കേണ്ടി വന്നാലും ഞാൻ അത് നമസ്കരിച്ചിട്ടേ ഫർളായ നമസ്കാരം നിർവഹിക്കുകയുള്ളൂ എന്ന് ആ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. ആകയാൽ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ പ്രേക്ഷകരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിതത്തിലുടനീളം ഒരിക്കലും മായാതെ മറയാതെ നിലകൊള്ളണം സുന്നത്ത് നമസ്കാരങ്ങൾ. ആ നമസ്കാരങ്ങളിൽ ഏറ്റവും പവിത്രമായ റവാത്തിബ് സുന്നത്തുകളിൽ ശ്രേഷ്ഠമായ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു വിജയത്തിളക്കമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യത വെക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.